ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട യൂണിക്കോൺ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് ആയിട്ട് വന്നതാണ്. വണ്ടി സ്റ്റാർട്ടാവുന്നുള്ളതാണ് കംപ്ലയിൻറ്റ്. അപ്പോൾ നിലവിൽ നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടി കിക്കർ അടിച്ചിട്ട് സ്റ്റാർട്ടാവാത്തതിൻ്റെ കാരണം നമുക്ക് പ്ലഗിൻ്റെ ആയിരുന്നു കേട്ടോ. പ്ലഗ് ചെറുതായിട്ടൊന്ന് ഷോർട്ടായതാണ്. അപ്പോൾ അതൊന്ന് മാറ്റിയിട്ടിട്ടുണ്ട്. പ്ലഗ് മാറ്റി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വണ്ടി ഓടിച്ച് നോക്കി, വേറെ പ്രോബ്ലം ഒന്നും തോന്നിയില്ല. പിന്നെ സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറയുന്നുണ്ട്. അത് ശരിക്കും മോട്ടറിൻ്റെ ആണ് കേട്ടോ. മോട്ടറിൻ്റെ കാർബണൊക്കെ പോയി കിടക്കുക. അപ്പോൾ മോട്ടറൊന്ന് അഴിച്ച് ഫുള്ളായിട്ട് സർവീസ് ചെയ്ത് ക്ലീൻ ചെയ്ത് കാർബൺ മാറ്റി റീസെറ്റ് ആക്കണം. കാർബണിൻ്റെ മാറ്റാനായിട്ട് നോക്കുമ്പോൾ ഈ സൈഡ് ഇതുമ്മൊക്കെ സ്ക്രൂ ഒടിഞ്ഞൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഒരു വയർ എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ട് തൽക്കാലത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം നമുക്ക് കേട്ടോ. പിന്നെ നമുക്ക് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് പറഞ്ഞതുകൊണ്ട് തന്നെ ബാറ്ററിയുടെ ഭാഗം കൂടി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു. ബാറ്ററി നമുക്ക് ഇതിൽ ഇരിക്കുന്നത് ആമറോണിൻ്റെ ബാറ്ററിയാണ്. 2023 മോഡൽ ബാറ്ററിയാണ്. 2023 വെച്ചാണ്. വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് കാണിക്കുന്നുണ്ട്. ലോഡ് കൊടുക്കുമ്പോഴായാലും 9.15. ഇപ്പോൾ 9.5 വോൾട്ടിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി ഡൗൺ ആയിട്ട് വരും. ഇത് ഒരല്പം ഡൗൺ ആണ്, പക്ഷേ സെൽഫ് എടുത്തോളും, കുഴപ്പമില്ല. വലിയ താമസിച്ചാണ്ടൊക്കെ കംപ്ലയിൻറ്റിലേക്ക് വരും. 2023 ഇരിക്കുന്ന ബാറ്ററി കേട്ടോ. ഏകദേശം 2 വർഷം കഴിഞ്ഞ് 3-ാം വർഷത്തിലേക്കാണ്. 3-ാം വർഷമാണത്. 3 വർഷം കംപ്ലീറ്റ് ആവണം. അപ്പം നിലവിൽ നമുക്ക് ഈ 2 വർക്കാണ് പറഞ്ഞത്. അതായത് സെൽഫിൻ്റെ കേസ് ഒന്ന് റെഡിയാക്കണം, അതേപോലെ തന്നെ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ്. അപ്പോൾ സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റിന് വേണ്ടി നമ്മൾ പ്ലഗ് മാറ്റിയിട്ടുണ്ട്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മോട്ടറിൻ്റെ ആണ്. മോട്ടർ അഴിച്ച് റിപ്പയർ ചെയ്ത് ഫുൾ റീസെറ്റ് ആകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. ആ വർക്ക് കംപ്ലീറ്റ് ആയിക്കുമ്പോൾ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ.